കയറ് പിന്നെ അയ്യോ അച്ഛൻ്റെ അച്ഛൻ വിളിച്ചാ കുഞ്ഞിനെ ഫോൺ വിളി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് രാവിലെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങ് ആ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ ഇടുകയാണ് കേട്ടോ. അപ്പം ചായയിലേക്ക് നമ്മൾ കുറച്ച് സിനമൺ പൗഡറും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ല ഷുഗർ കട്ട് ചെയ്തിട്ട് അപ്പോൾ സിനമൺ പൗഡറൊക്കെ ഇട്ട് നല്ല ഒരു അടിപൊളി ചായ നമ്മൾ റെഡിയാക്കിയിട്ട് അത് കുടിച്ച് നല്ല എനർജി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ദിവസം അങ്ങ് സ്റ്റാർട്ടായി പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലോ FB പേജിലോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോയുടെ കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ രാവിലത്തെ കാപ്പി പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറുമാണ്. കാപ്പി ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കേട്ടോ. പിന്നെ അത് ഞാൻ ഒരു ബൗളിലേക്ക് പാർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇഡലിയും അങ്ങ് ഉണ്ടാക്കി കേട്ടോ. അപ്പം ഇഡലിയും നമ്മൾ കഴിക്കാനായിട്ട് കാസറോളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ കാപ്പിയെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദിനേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് എടുത്ത് വെക്കുക കേട്ടോ. അപ്പം ഇന്ന് സ്പെഷ്യൽ ഒരുപാട് വലിയ കറികളൊന്നുമില്ല. മുളകിലിട്ട മീൻ കറിയാണ്. അപ്പോൾ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൂളിൻ്റെ പ്രോഗ്രസ് കാർഡ് മേടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അവിടെ മാർക്കൊക്കെ നമുക്കിന്ന് അറിയാം അല്ലേ. അപ്പോൾ പ്രോഗ്രസ് കാർഡ് വാങ്ങിച്ചിട്ട് വരാം അല്ലേ അമ്മി? എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ? പണ്ട് നല്ല മാർക്കാണ്. അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോകണ്ട. അപ്പം നമുക്ക് സ്കൂളിൽ ചെന്ന് പ്രോഗ്രസ് കാർഡൊക്കെ വാങ്ങിച്ചിട്ട് വരാം. കയറ് പിന്നെ അയ്യോ അശ്വിക കയറ് അങ്ങനെ നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് പ്രോഗ്രസ് കാർഡൊക്കെ വാങ്ങിച്ചിട്ട് മിസ്സുമായിട്ടൊക്കെ സംസാരിച്ചു. ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കോട്ടെ സിലബസും അതുപോലെ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിസ്സ് പറഞ്ഞു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ ടൈമിൽ നമ്മളൊന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. വീട്ടിൽ നിന്ന് സ്കൂളിൽ വന്ന് ആ ഒരു ടൈം കൊണ്ട് തന്നെ ചൂട് വെയിലടിച്ചിട്ട് പെട്ടെന്ന് ടയേർഡായി. അങ്ങനെ പിന്നെ അവിടെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് കുറച്ച് പപ്സും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കെട്ടുകാഴ്ച പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാമെന്നും കരുതിയിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. പണ്ട് കെട്ടുകാഴ്ച നടക്കുന്ന സമയത്ത് 1-2 തവണ മാത്രം ഞാനത് കണ്ടിട്ടുള്ളൂ. അപ്പം ഒന്നും കൂടെ കാണാമെന്നുള്ള രീതിയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പിന്നെ കുഞ്ഞാവയായിട്ട് കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം കൂടെ ഒന്ന് പപ്സൊക്കെ കഴിച്ചു കേട്ടോ. ശരിക്കും 4 മണിക്ക് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് അപ്പം തന്നെ ഇരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കുഞ്ഞാവയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാവയായിട്ടിരുന്ന് ടൈം കളയാന്നുള്ളതാണ് മെയിൻ പരിപാടി. അച്ഛൻ്റെ അച്ഛൻ വിളിച്ചാ കുഞ്ഞിന് ഫോൺ വിളിച്ചാ കുഞ്ഞിന്? സംസാരിച്ചോ അച്ഛ? കുഞ്ഞിൻ്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ചോ? അങ്ങനെ ഉടഞ്ഞോ? എന്നാ ഉടഞ്ഞു അച്ഛാ? കുഞ്ഞിനോട് എന്നാ ഉടഞ്ഞ അച്ഛാ?
ആ അങ്ങനെ പറഞ്ഞോ? എന്നോ പഠിച്ച് മുട്ടായി കൊണ്ടുവരാമെന്ന് പറഞ്ഞാ? കുഞ്ഞിന് മുട്ടായി കൊണ്ടുവരാമെന്ന് പറഞ്ഞാ? വൈകുന്നേരം കെട്ടുകാഴ്ചയൊക്കെ കണ്ടിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ. അപ്പം വൈകുന്നേരം നമ്മൾ കുറച്ച് നേരം കുഞ്ഞുമായിട്ട് പുറത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 6 മണി 5 മണിയൊക്കെ ആകുന്ന ടൈമിലാണ് കെട്ടുകാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിൽ റെഡിയാകാമെന്നൊക്കെ പറഞ്ഞേക്കും. അപ്പം ആമിക്ക് ഇതുപോലെ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം തന്നെ റെഡിയായാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവൾ രക്ഷയില്ല. അങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ പുറത്ത് തന്നെ കുഞ്ഞുമായിട്ട് തന്നെ നിന്ന് കേട്ടോ. പുറത്താകുമ്പോൾ ചെറിയ കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തിങ്ങനെ ഇലയനങ്ങത്തതും ഫ്ലവേഴ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ അവിടെ കൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി മേലൊക്കെ കഴുകിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ കുഞ്ഞാവേനെയും കൂടെ കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പം അവൾക്ക് കൊട്ടൊക്കെ കേട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം എല്ലാവർക്കും കൂടെ പോയി കാണാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് നന്ദനയൊക്കെ വരാനുണ്ട്. അപ്പം എല്ലാവരെയും കൂടെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ഉടുപ്പൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധമുള്ളൊരു കാര്യം കേട്ടോ. പിന്നെ തലങ്ങും വിലങ്ങും ഫോട്ടോ എടുപ്പായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ചെണ്ടകൊട്ടും ബഹളമൊക്കെ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊട്ട് കേട്ടപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഓടട ഓട്ടം കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലൂടെ കയറി കേട്ടോ. നമ്മൾ അപ്പുറത്തൂടെ പോകും, അങ്ങോട്ട് ആ റോഡിലേക്ക് ഇറങ്ങി. എല്ലാ പ്രാവശ്യം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് നേരെ ആണ് പോയിക്കൊണ്ടത്. ഞാനിത് 2 തവണ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ അങ്ങനെയാട്ടോ പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഇവർ നേരെ തെക്കോട്ടിറങ്ങി അങ്ങ് ചുറ്റിയൊക്കെ ആട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ പുറകുവശത്തെ റോഡിൽ ചെന്നിട്ട് വേണം അങ്ങോട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവരെല്ലാം പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ താമസിച്ചിരുന്ന് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ അവർ ചെറുതായിട്ട് ഇങ്ങനെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഇപ്പം ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അവരതിനനുസരിച്ചുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടേ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറേ തേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ. അവർ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഡാൻസ് കളിച്ച് അങ്ങ് അമ്പലം വരെ ചെല്ലണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കൂടെ അങ്ങ് പോകുന്നത്. അങ്ങനെ കെട്ടുകാഴ്ച മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് പോയതിന് ശേഷം നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് അവിടെ നിന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ട് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ